ഒരു ബ്രാലി കിട്ടിയടാ. പനങ്കൈ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. പണ്ട് ബ്രാലില്ല, പണ്ട് മൊത്തം കറുപ്പായിരുന്നു. ഇന്നത്തെ മീനെ എല്ലാവരും ദീപാവലി ആഘോഷിക്കണം, നമ്മതേ മീൻ പിടിച്ച് ആഘോഷിക്കണം. നമുക്ക് കിട്ടിയ 3 എണ്ണോട്ടാ. നമ്മുടെ കൈച്ചൂണ്ട മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നേക്കാട്ടോ. കടയിൽ ഇത് ചൂണ്ടക്കുളത്തും ടൈങ്ങീസൊക്കെ മേടിക്കാൻ വന്നേക്കാം. അത്യാവശ്യം വലിയ കുളത്താണ്. നീ എടുത്താണ് കാണിച്ചേ. വലുതും ചെറുതും എടുത്തിട്ടുണ്ട്. ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്, അവിടെ പോയി നോക്കാം. അതിന് മുമ്പ് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യണം. ഇതാദ്യം മേടിച്ചിട്ട് പോയി നോക്കാം. നമ്മത് മേടിച്ച് നമ്മൾ ഒരു ഫ്ലൂറോകാർബൺ ലൈൻ കൊടുത്തിട്ടുണ്ട്. 50 mm എടുത്തേക്കണം. 9 kg മാക്സ് 45 മീറ്റർ. അത്ര ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് 3 ചൂണ്ട ഉണ്ടാക്കാനാ. നമുക്ക് മറ്റേ ലീറ്റർ ലൈനായിട്ട് ഇടാമല്ലോ. ഓക്കെ, നമ്മളെ പണ്ട് ചൂണ്ടിടൂല, നമ്മൾ പനങ്കയിൽ കൈ ചൂണ്ടിടുന്ന സെറ്റപ്പ്, അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്, 2 പേരുണ്ട്. ഇപ്പോൾ ചൂണ്ടയില്ല, ലാഗമുള്ള ചൂണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷ്യൻ ചൂണ്ടകളാണ് കയ്യിലുള്ളത്. അപ്പം നമുക്ക് പനങ്കൈ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. പൊട്ടിപ്പൊളിഞ്ഞു പോയി വീടാട്ടാ. പാമ്പുണ്ടാവാണ്ടിരുന്നു മതിയായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു പോയി ആകെ. നമ്മൾ പണ്ട് ചൂണ്ടിട്ടുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ 2-2.5 കൊല്ലമായി പനവെടി വെച്ച് ചൂണ്ടിട്ടെ. നമ്മൾ മൊത്തം ഫ്രോകാസ്റ്റിങ് ആയിരുന്നല്ല. ഇതിപ്പോൾ പന ഇപ്പോൾ എവിടെ നിന്ന് കേട്ടാ. വീട് നോക്കി, പണ്ടത്തെ ഒരു വീടാ. ഇവിടെയുള്ള പനിയാണ് ഉണ്ടായോ തന്നെ ഉള്ളൂല്ലോ. ഇവിടെയുള്ള പനിയാണ് ചെറിയ പന കേട്ടാ, അത് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ വളർത്തണ ആടാട്ടാ. ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലണോണ്ട് അതിന് പേടിച്ചിട്ടാണ്. വാഴ എടുത്തിട്ട് വരും ശരിയാക്കാം. കാണിച്ചേരാട്ടാ ആടിനെ. ഒരെണ്ണം അവിടെ പേടിച്ചിക്കാം. കഴിച്ചോ. ഞാനേ പനങ്കൈ വെട്ടാൻ ഇറങ്ങിയതാ, കിട്ടോ നോക്കട്ടെ. ഇത് പനയാണ്, പക്ഷെ ചെറിയതാട്ടാ. കിട്ടി. ഒരെണ്ണം കിട്ടി. യെസ്, ഒരെണ്ണം നല്ലതാണ്. ഇത് നല്ല പെർഫെക്റ്റ് സാധനം കേട്ടോ. ഇത്ര നേരം നോക്കി കിടന്നിട്ടാണെങ്കിൽ കിട്ടിയില്ല. നല്ല അടിപൊളി സാധനം കേട്ടോ, ഇഷ്ടപ്പെട്ടു. മൂന്ന് ചൂണ്ട മേടിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുള്ള പനോടി ഇല്ല. ഉണ്ട്, പക്ഷേ
വളഞ്ഞിരിക്കണത്, ശരിക്കും ബെൻഡായിട്ടിരിക്കണ സാധനം. മീൻ കിട്ടൂല എന്നല്ല, പക്ഷെ നമുക്കൊരു ഇതുണ്ടാവില്ല ഇടാനേ. ഓക്കെ, ഇത്ര അങ്ങോട്ട് കട്ടി കുറയ്ക്കണ്ട. ഇത്ര കട്ടി കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഓക്കെ, ഫസ്റ്റത്തെ കേട്ടോ. ഇതേ അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ പനങ്കൈ. നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാട്ടാ, തുമ്പില്ലാത്താട്ടാ, കുഴപ്പമില്ല, അവനൊക്കെ ഇത് മതി. രണ്ടാമത്തെ ഷോർട്ടായിട്ടുള്ളതാട്ടാ, ചെറിയ ചൂണ്ട. വടിയായിട്ട് പോയിട്ട് പേടിച്ചേക്കാട്ടാ. എല്ലാം വേണോട്ടാ. അതിന് ഭയങ്കര പേടിയാണല്ലോ. ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ, അത് അവനറിയുള്ളൂ. പേടിച്ച് കാട്ടത്. ഇതിന് മൂന്നെണ്ണത്തിനും പേടിയില്ല. കെട്ടണ ജസ്റ്റ് ഇങ്ങനെ കേട്ടോ, ചൂണ്ടക്കുളത്ത് എടുത്തിട്ട് ടൈങ്കീസ് നേരെ വെച്ചിട്ടാ. ടൈങ്കീസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ തലയും ഇങ്ങനെ വയ്ക്കും, നേരെ തിരിച്ച് വയ്ക്കും. കണ്ടോ, ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ എന്നിട്ട് രണ്ടാമത് വെച്ച ടൈങ്കീസ് എടുത്ത് ഇങ്ങനെ ചുറ്റും. എട്ട് വഴി ഈ തലെടുത്ത് ഇങ്ങനെ വലിക്കും. എന്താ അടിപൊളിയായിട്ട് കട്ടായിട്ടിരിക്കും. സിമ്പിൾ പരിപാടിയാണ്. കൊത്തിട്ട് ഇതേ നമ്മുടെ ആദ്യത്തെ മീൻ കേട്ടോ, കറൂപ്പേ. കുറേ നാളായി ഇതിനെ പിടിച്ചിട്ട്, 2.5 കൊല്ലത്തിന് മേലെ ആയിരുന്നു തോന്നുന്നു. ബ്രോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോഴാണ് ഇതിനെ പിടിക്കണത്. നമ്മുടെ കറൂപ്പേ വറുത്ത് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാന്ന് അറിയുന്നേ. നല്ല സാധനം കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ പണ്ട് ഇത് മാത്രമായിരുന്നു പിടുത്തുള്ളൂ. പണ്ട് ബ്രാലില്ല, പണ്ട് മൊത്തം കറൂപ്പായിരുന്നു. ഇപ്പം മൊത്തം ബ്രാലായി, ഇതിനെ പിടിക്കാറുണ്ടായില്ല. അതെ കുറേ നാളുകൂടി കിട്ടിയതാട്ടാ നമ്മുടെ കറൂപ്പ്. ഭയങ്കര മുള്ളാട്ടോ. അതെ ഇതൊക്കെ നല്ല മുള്ളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നല്ല മുള്ളാണ്. ഇത് നമ്മൾ പിടിക്കാൻ നിർത്തി ഇത് വെച്ചായിരിക്കും അവർ കുത്തണത്. ബ്രാലാണ്
അങ്ങനെ കൊമ്മള വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രാലാണ്. ബ്രാലാട്ടാ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കൊമ്മള വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രാലാണ്. വളർത്ത് ബ്രാലാണ് വന്നേക്കണ. ആ കട്ടിങ് കണ്ട, ആ അതുപോലെ കട്ടിങ് എല്ലായിടത്തും ഉണ്ട്, നോക്കി കിടക്കണം. അത് പിടിക്കുക എന്നാൽ കൊടയുന്ന സൈഡ് ഈ കട്ടിങ് കണ്ട, ഇതേപോലെ എല്ലായിടത്തും കട്ടിങ് ഉണ്ട്. വാ നമുക്ക് ചൂണ്ടിയിടാം. സ്പോട്ട് എപ്പിടി ആ എനിക്ക് ഒത്ത് കിട്ടിയേ. ഒരു ബ്രാല് കിട്ടിയടാ ഗായ്സ്, ഒരു കുഞ്ഞ് ബ്രാല് കിട്ടിയിട്ടുണ്ടേ. എന്നോടാ ലെങ്ത് നോക്കാനേ. പെർഫെക്റ്റ്. പിടിച്ചോ. മഴയായിട്ടൊന്ന് ഇത് ബ്രാലാട്ടാ, ബ്രാലാണ്. മഴയായിട്ട് ഒന്ന് അങ്ങോട്ട് മാറിയതാണ്. അപ്പത്തേന് നമ്മുടെ ചൂണ്ട വെള്ളത്തിൽ കിടക്കണ്. ബ്രാലാണ്. പിടിച്ചോ. എടുക്കും ചാടി ഇറങ്ങും പിള്ളേച്ചാ. ലാൻഡ്സ്കേപ്പ് പശുവൊക്കെ നോക്കി ടെററുണ്ടല്ലോ. ഇവരെന്താ കാണിക്കണേ? മീമി അത് ഇട്ടിട്ടോ. ബ്രാലി മനസ്സിലായി. ഗൈസ്, കഴിച്ചുകൊണ്ട വിജയം ബ്രാലിട്ടാ. നമ്മുടെ കൈപ്പത്തിന്റെ അത്ര കറുവപ്പെട്ടാ. ശരിയല്ലേ? ലാൻഡ്സ്കേപ്പ് അല്ലേ? പിടിച്ചേ. നമുക്കൊരു വലിയ ബ്രാൽ അടിച്ചിട്ടുണ്ട്. കരയിലോട്ടെടുത്ത് വലിയ ബ്രാല് ഇരുട്ടായപ്പോഴാണ് അടിച്ചത്. നമ്മുടെ ആദ്യത്തെ കറുപ്പ് അവിടെ കിടക്കണ്ടേ. എപ്പടി സൈസ് ബ്രാല് രണ്ടാമത്തെ തീര് ഇത് കിടക്കട്ടെ അല്ലേ ഗൈസ്? രണ്ടാമത്തെ കേട്ടാ ബ്രാല്. രണ്ടാമത്തെ ബ്രാല് ഒരു രക്ഷയില്ലെന്ന്. ഇവിടെ ആകെ തൊട്ടാവാടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടെണ്ണം ഉണ്ടാ. രണ്ടും ചൂണ്ടക്കുളത്ത് വിഴുങ്ങി കളഞ്ഞു. ഇനി പൊട്ടിച്ചിട്ട് വേറെ കുളത്തിട്ട് വേണം ഇടാൻ. ഓക്കെ ഗൈസ്, അടുത്ത് മീൻട്ടാ. പൊട്ടിപ്പോടാ.
പൊട്ടിപ്പോയതല്ല, ഊരിപ്പോയതാ. ചെറിയ ഉക്കാട, അതാണ്. ഇതിലടിച്ചാണ് രണ്ടിലും വലിയ ഇതിലടിച്ചാണ്. ഇതിലല്ല, മറ്റേലടിച്ചേക്കണം. കളയാനും പൊക്കിട്ടാ. ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് മൂന്നാമത് കിട്ടിയ പരാലട്ടാ. നമ്മൾ പോയില്ല, ആ ചെറിയ ഹുക്ക് വെച്ചിട്ട് ഒരെണ്ണം മിസ്സായി. രണ്ടാമത് ഇതും വിഴുങ്ങി കളഞ്ഞിട്ടാ. വേറെ ഹുക്കും ഇല്ല എടുക്കാൻ. നമ്മൾ ഹുക്ക് റിമൂവറൊന്നും എടുത്തില്ല, അണ്ണാക്കിലായിരിക്കും ഹുക്ക്. ഇന്നൊരു ചൂണ്ടയും കൂടെ ഉള്ളൂ, ഏരേം തീരാറായി. അപ്പം നമ്മൾ പയ്യനെ ഇറങ്ങാട്ടോ, ആ ചൂണ്ടയുടെ ഏരയും കൊണ്ട് തീർന്നു. നമുക്ക് കിട്ടിയ 3 എണ്ണം കേട്ടാ. ഒരെണ്ണം മിസ്സായി, ഒരു കറുപ്പാ കൊടുക്കാത്തുണ്ട്. 3 എണ്ണം. അടുത്തത് ചെറുതാണ്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു രക്ഷയില്ല. ഇങ്ങനെ കയറ്റാൻ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് 4 എണ്ണം മൊത്തം കിട്ടി, ഒരെണ്ണം മിസ്സായതേ 4ാമത്തെ. ഇത് എങ്ങനെയായാലും അതിൻ്റെ വായിൽ നിന്ന് എടുത്തിട്ട് ഓർമ്മ കിട്ടണം. ഗായ്സ്, അവസാനത്തെ ചൂണ്ടക്കുളത്ത് അവസാനത്തെ മണ്ണീര, ലാസ്റ്റ് ട്രൈ. ഗായ്സ്, അവസാനത്തെ മണ്ണീരല്ലേ അവസാനത്തെ. കാരി കുറേ നാളായിട്ടാ കാരി കിട്ടിയിട്ട്. എന്നുവെച്ചാ കുറേ ഒരു 2 കൊല്ലത്തിന് മേലെ കഴിച്ചുകൊണ്ടായിട്ട് ഇറങ്ങിയിട്ട് മൊത്തം ഫ്രോകാസ്റ്റിങ് ഇറങ്ങിയത്. ഇന്ന് കിടക്കണുണ്ടോ കാരി. പിന്നെ നമുക്ക് 4 ബ്രാല്, ഒരെണ്ണം മിസ്സായി, മൊത്തം 5 ബ്രാല് അടിച്ച്. പിന്നെ ഈ കൊടുക്കാത്തൊരു കറുപ്പും ഉണ്ട്. വെറുതെ നമുക്ക് അവസാനത്തെ കാര്യങ്ങളും കിട്ടിയേ. അടിപൊളി കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്തായാലും അടിപൊളിയായി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടെ. നമുക്ക് വ്യൂസ് കയറണ്ട്, ലൈക്കില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇത് കഷ്ടപ്പാടാണ് രാത്രിക്ക് ഈ തിട്ടിൻ്റെ ഒക്കത്തെ കയറിക്കണത്, കൂട്ടുകാരനും ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. കണ്ട, ഇതാണ് അതിൻ്റെ മുള്ള്. ഇത് കൊണ്ടുകഴിഞ്ഞാൽ ഓക്കെ ആട്ടാ. എന്ത് രസമാണെന്ന് പറയുന്നത്. ഇത് മുള്ളാണ്, ചിറക് കയറുന്നത്. അപ്പം നമ്മൾ കിട്ടുമ്പോൾ തന്നെ ആദ്യം അങ്ങോട്ട് പൊടിക്കും. അപ്പോൾ ഇന്നത്തെ മീനെ എല്ലാവരും ദീപാവലി ആഘോഷിക്കണം, പടക്കമൊക്കെ പൊട്ടിച്ച്. നമ്മതേ മീൻ പിടിച്ച് ആഘോഷിക്കണം. നല്ല സൈസ് ബ്രാലോട്ടാ. ഇച്ചിരി റിസ്ക് എടുത്താണ് വന്നത്. ഇവിടെ ഇളകണ്ട ടീക്കല്ലി മീൻ നടക്കണ. അയ്യോ, ഇത്തിരി താന്നു വേടാ. എല്ലാവരും ദീപാവലി ആഘോഷിക്കാട്ടാ. അതിൻ്റെയാണ് ഈ ക്രാക്ക് കേസ് പൊട്ടണത്. പാമ്പുണ്ടാവും ഇവിടെ. ഇതിലെടുക്കാൻ മറന്നോളൂ. ക്യാമറയുടെ സാധനം എടുത്തില്ലേ? ക്യാമറയുടെ സാധനം കൊട എടുത്താ? കൊട എടുത്തില്ല. നല്ല മഴ, നല്ല കാറ്റ്. ഇത് തന്നെ ഉള്ളൂ, പക്ഷെ നല്ല കാറ്റുണ്ട്. നമ്മുടെ ആടിന് താടി ഉണ്ട് കേട്ടാ. ഉണ്ടോ? താടിയുണ്ട്. ഇതിന്റെ പേരെന്ന് പറഞ്ഞടാ. ഏതിന്റെ പേര്? കയറി ഇന്ന് കാണിക്ക്. ഇതൊക്കെ ആരാ പേരിട്ട? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആട ഇതിനകത്ത് തള്ളാടാണോ? തള്ളയാണോ?